ഹായ് ഓൾ നമസ്കാരം. സോ കാണുന്ന പോലെ തന്നെ NCERT സമ്മറി നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അല്ലേ. അതായത് നീറ്റിന് നമ്മുടെ ഫിസിക്സിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് കണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും ഓൾമോസ്റ്റ് ഒരു 50% അബവ് ചോദ്യങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിന് കൂടെ തന്നെ തിയറി ബേസ്ഡുള്ള കൺസെപ്റ്റ് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ്ലി അല്ല ചോദിക്കുക. ഒന്നെങ്കിൽ 2-3 സ്റ്റേറ്റ്മെൻറ്റ്സ് തരും, അതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ള രീതിയിൽ ചോദിക്കും. ചിലപ്പോൾ മാച്ച് ദി ഫോളോയിങ് ആയിരിക്കും, അസേർഷൻ റീസൺ ആയിരിക്കും. പിന്നെ 2 സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി എന്ന രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരാം. അപ്പം അതൊരു തരത്തിൽ ബാലൻസ് ചെയ്താണ് ശരിക്കും നീറ്റിൻ്റെ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ ആ ഒരു പാറ്റേൺ ഷിഫ്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഇപ്പോൾ CBSEൻ്റെ ഇപ്പോൾ ഈ YQs നോക്കിയാലൊക്കെ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ ഇത് കാണാൻ സാധിക്കും. MCQസിൻ്റെ കൂടെ തന്നെ എന്തുമുണ്ട്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ഫോം ചെയ്യാനുള്ള സാധ്യതയുള്ളത് NCERT സമ്മറിയിൽ നിന്ന് തന്നെയാണ്. അപ്പം NCERT സമ്മറിയിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ ഫോം ചെയ്തെടുത്തിട്ട് ആ NCERT സമ്മറി എന്ത് ചെയ്യാം, ഒന്ന് വായിച്ച് നോക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമുക്ക് പോകാം. സോ നമുക്ക് കടക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ എന്ന ചാപ്റ്ററാണ്. സോ ആ ചാപ്റ്ററിൽ നിങ്ങൾ ഒരു ചോദ്യം നോക്കുക. ഈ ചോദ്യം ഒന്ന് എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. ഫോട്ടോ കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ എന്നാണ് ചോദ്യം. അവിടെ 3 ആൾക്കാർ തന്നിട്ടുണ്ട്. ഇതിൽ ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ഫോട്ടോ കറണ്ട് ആർ വിത്ത് എന്നാണ്. ഇവിടെ ഫോട്ടോ കറണ്ടിന് ആർക്കൊക്കെ ആയിട്ട് ഡിപ്പെൻഡൻസി ഉണ്ട് എന്നതാണ് ശരിക്കും ഇവിടെ ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസിൽ 1 ആയിട്ട് മാത്രം, 1ഉം 2ഉമായിട്ടും, 1ഉം 2ഉം 3ഉമായിട്ടും, അല്ലെങ്കിൽ നണ്ണുമായിട്ടും. ഇങ്ങനെയാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഏതാണ് ഓപ്ഷൻ കറക്റ്റ് ആവുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ NCERTയിലെ സമ്മറി ഒന്ന് വായിച്ചാലോ. ദ ഫോട്ടോ കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ എന്നാണ്. സ്ട്രെയിറ്റ്ലി വി ആർ ഗോയിങ് ടു ദ സമ്മറി ഓഫ് NCERTയിലെ സമ്മറിയിൽ ഒരു കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഉറപ്പായിട്ടും ലൈറ്റിന് ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഫോട്ടോ കറണ്ട് വരുന്നതനുസരിച്ച് ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുകയാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കൂടുമ്പോൾ അവിടെ കറണ്ട് കൂടുകയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ അത് ശരിയാണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് ബിറ്റ്വീൻ ദ 2 ഇലക്ട്രോഡ്സ്. ശരിയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് വെച്ചാൽ നമ്മുടെ കറണ്ട് കൂടി ഒരു സാച്ചുറേഷൻ വാല്യൂലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ദ നേച്ചർ ഓഫ് ദ എമിറ്റർ മെറ്റീരിയൽ. ഈ 3 ഫാക്ടേഴ്സിനെയാണ് ശരിക്കും ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നും ഈ ഒരു കുഞ്ഞു സ്റ്റേറ്റ്മെൻ്റ് ആയ സമ്മറിയിൽ നിന്നും ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമായിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ ഒന്ന് എല്ലാവരും പറഞ്ഞേ. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് ഈസ് ഡയറക്ട്ലി ഫ്രം ദ സമ്മറി സെക്ഷൻ എന്നുള്ളൊരു ചോദ്യമാണ്. ആ സമ്മറി വായിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചോദ്യം ആൻസർ ചെയ്യാൻ സാധിക്കും. ആൻസർ ചെയ്താണ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ഫോട്ടോ കറണ്ട് ആർ വിത്ത് ഇൻസിഡൻറ്റ് എന്താണ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ശരിയാണ്. ഫോട്ടോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ് ശരിയാണ്. അതേപോലെ നേച്ചർ ഓഫ് ദ എമിറ്റർ മെറ്റീരിയൽ ശരിയാണ്. സോ എനിക്ക് 1, 2, 3 ആൻഡ് 1, 2, 3 ഉള്ളി എന്ന് പറഞ്ഞ ആൻസർ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാം ബേസ്ഡ് ഓൺ സമ്മറി. അടുത്തൊരു ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. 3 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം. സോ എല്ലാവരും ശ്രദ്ധിക്കുക. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഈസ് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് പ്രോസസ് എന്ന് പറയുന്നുണ്ട്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ്. അടുത്ത് നമുക്ക് നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഫോളോസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്ന് പറയുന്നത് അതായത് ഫോട്ടോൺ വന്ന് വീഴുന്നു, ഇലക്ട്രോൺ അബ്സോർപ്ഷൻ സംഭവിക്കുന്നു, ഇലക്ട്രോൺ എനർജി റിലീസ് ചെയ്യുന്നു. ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു എനർജി കൺസർവേഷൻ്റെ ലോസ് ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് അടുത്ത ഓപ്ഷൻ പറയുന്നത്. തേർഡ് ഓപ്ഷൻ ഈ സർട്ടൺ മെറ്റൽസ് റെസ്പോൺസ് ടു UV ലൈറ്റ് വൈൽ അതർ ആർ സെൻസിറ്റീവ് ടു വിസിബിൾ ലൈറ്റ് എന്നാണ്. അതായത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലെ കുറച്ച് പോയിന്റുകളാണ്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ കേസിൽ ചില മെറ്റൽസ് UV ലൈറ്റിനേക്ക് റെസ്പോണ്ട് ചെയ്യുകയും ചിലർ വിസിബിൾ ലൈറ്റിന് റെസ്പോണ്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇത് എവിടെയോ വായിച്ചിട്ടുണ്ടല്ലോ. എവിടെ വായിച്ചിട്ടുണ്ട്? NCERT സമ്മറിയിൽ നമ്മൾ കൃത്യമായി വായിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. NCERT സമ്മറിയിൽ പറയുന്ന ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് ഇൻവോൾവ്സ് കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ശരിയാണ്. ഫോട്ടോൺ HNO പാക്കറ്റായിട്ട് വരുന്ന ഫോട്ടോൺ ശരിക്കും എന്താവുകയാണ്, ഇലക്ട്രോണുകളായിട്ട് പുറത്ത് ചാടുകയും ആ ഫ്രീ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് മൂലം കറണ്ട് ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, ശരിക്കും ഒരു എനർജി കൺവേർഷൻ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാം ഇറ്റ് ഫോളോസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇറ്റ് ഫോളോസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ ശരിക്കും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്നർത്ഥം ആണല്ലോ. ഇനി നോക്കിക്കേ. certain metals responds to ultraviolet light while others are sensitive even to the visible light. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമ്മറി എന്നൊക്കെ ഡയറക്റ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഈ സമ്മറി ക്വസ്റ്റ്യൻസിന് നമുക്ക്, അല്ലെങ്കിൽ ഈ സമ്മറി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫോം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തിരിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ. സോ certain metals responds to ultraviolet light while others are sensitive even to the visible light എന്ന് പറഞ്ഞാൽ അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്. സോ ദിസ് ഈസ് ഓൾസോ എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് എനിക്ക് പറയാം. അടുത്തത് നമുക്ക് നോക്കാം.
ദ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഈസ് ആൻ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്. ഏകദേശം 10⁻⁻8 സെക്കൻഡ് മാത്രമാണ് ലാഗ് ഉള്ളത്. അപ്പോൾ അത്രയും മൈക്രോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നാനോ സെക്കൻഡിനടുത്ത് മാത്രം ലാഗ് വരുന്നൊരു പ്രോസസ്സാണ് ശരിക്കും, ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. സോ ദാറ്റ് മീൻസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പറയാം 1, 2 and 3 ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് എനിക്ക് ഇവിടുന്ന് മാച്ച് ചെയ്യാം. സോ ഇത് ഞാൻ വായിച്ചെടുത്തത് NCERT സമ്മറിയിൽ നിന്നാണ്. NCERT സമ്മറിയിൽ ഞാനിത് വായിച്ചു, ആൻസർ എഴുതി. ഇനി നമുക്ക് കോളം 1 കോളം 2 ആണ്. കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്കൊന്ന് മാച്ച് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ചതിൻ്റെ ബേസിൽ തന്നെ നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് നോക്കിയേ, ലാർജ് ഇൻറ്റൻസിറ്റി ഫ്രീക്വൻസി ലെസ്സർ ദാൻ ത്രഷോൾഡ് ഫ്രീക്വൻസി. ഇത് സമ്മറിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഒരു വസ്തുവിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ വലുതാണ്, പക്ഷേ ഫ്രീക്വൻസി ത്രഷോൾഡ് ഫ്രീക്വൻസിയേക്കാളും കുറവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് നടക്കുമോ? എമിഷൻ നടക്കുമോ? ഒരിക്കലും എമിഷൻ നടക്കത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഏത് ഇൻറ്റൻസിറ്റി ഉണ്ടെങ്കിലും ശരിക്കും അവിടെ പറഞ്ഞാൽ എമിഷൻ നടക്കണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ത്രഷോൾഡ് ഫ്രീക്വൻസിക്ക് മുകളിലായിരിക്കണം എന്ന് നമ്മൾ വ്യക്തമായിട്ട് പറയണം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോ ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ വേണം എനിക്ക് എന്ത് ചെയ്യാൻ, ഇവിടെ മാച്ച് ചെയ്യാൻ. അത് ഞാനിവിടെ മാച്ച് ചെയ്തു. മെറ്റൽ സെൻസിറ്റീവ് ടു വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റിന് സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടത്താനുള്ള കഴിവുണ്ട് എന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്, സമ്മറി നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അത് വെച്ചിട്ട് പറയാം ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടത്താനുള്ള കഴിവുണ്ടെന്ന് എനിക്ക് പറയാം. അങ്ങനെ മാച്ച് ചെയ്യാം. ഇനി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഇൻറ്റൻസിറ്റിയുമാണ്. ഇപ്പോൾ 2 ഓപ്ഷൻസ് ആണ് ബാക്കിയുള്ളത്. ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും പിന്നെ നേച്ചർ ഓഫ് ദ എമിറ്റർ മെറ്റീരിയലും. അപ്പോൾ ഇവിടെ നമുക്കിവിടെ പറയാൻ പറ്റുന്നൊരു കാര്യം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നേച്ചർ ഓഫ് ദ എമിറ്റർ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിന് ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ എമിറ്റർ മെറ്റീരിയൽ. ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടുന്നത് കൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി എനിക്ക് ഫോട്ടോ ഇലക്ട്രിക് കറണ്ടുമായിട്ട് മാച്ച് ചെയ്യാം. ഇതെല്ലാം സമ്മറിയിലെ സ്റ്റേറ്റ്മെൻറ്റുകളെ ഒരു മാച്ച് ദി ഫോളോയിങ് രൂപത്തിലേക്ക് ആക്കിയെന്ന് മാത്രം. അതേപോലെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ല, പല രീതിയിൽ നമുക്ക് വരെ ഫ്രെയിം ചെയ്യാം. പക്ഷേ അതൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ? അടുത്ത 2 സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ്. എന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് വേവ് തിയറി എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ്. സോ വേവ് തിയറി ശരിക്കും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ മെയിൻ ഫീച്ചേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നാണ് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ഫോട്ടോൺ പിക്ചർ ഓഫ് ലൈറ്റ് എക്സ്പ്ലെയിൻ ദ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ്. ഇപ്പോൾ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്ത് ഫോട്ടോൺ പിക്ചർ ഓഫ് ലൈറ്റ് ആണ്. ഐൻസ്റ്റീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോട്ടോൺ പിക്ചർ ഓഫ് ലൈറ്റ് ആണ് ശരിക്കും ഇൻസ്റ്റന്റേനിയസ് എഫക്റ്റ് എന്ന് പറഞ്ഞ ഫിനോമിനൻ എന്ത് ചെയ്തത്, എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, അല്ലെങ്കിൽ രണ്ടും കറക്റ്റ് ആണോ, രണ്ടും തെറ്റാണോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ NCERTയിലെ സമ്മറി പോയിന്റ് കയറി വരുന്നത്. നമുക്ക് ആ NCERT സമ്മറി പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. എല്ലാവരും നോക്കി, എല്ലാവരും എൻ്റെ കൂടെ വായിച്ചേ. ദ ക്ലാസിക്കൽ വേവ് തിയറി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. വേവ് തിയറി കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ഫോട്ടോൺ പിക്ചർ ഓഫ് ലൈറ്റ് ആണ്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ആണ്. ബാക്കി വായിച്ച് നോക്കാം. സോ ഇറ്റ്സ് പിക്ചർ ഓഫ് കണ്ടിന്യൂസ് അബ്സോർപ്ഷൻ ഓഫ് എനർജി ഫ്രം റേഡിയേഷൻ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഇൻഡിപെൻഡൻസ് ഓഫ് കൈനറ്റിക് എനർജി മാക്സിമം ആൻഡ് ഇൻറ്റൻസിറ്റി, ദ എക്സിസ്റ്റൻസ് ഓഫ് V0 ആൻഡ് ദാറ്റ് ഇസ് ത്രഷോൾഡ് ഫ്രീക്വൻസി ആൻഡ് ദ ഇൻസ്റ്റന്റേനിയസ് നേച്ചർ ഓഫ് ദ പ്രോസസ്. കണ്ടോ? അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് നേച്ചർ എന്താണെന്ന് വേവ് തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. കണ്ടിന്യൂസ് അബ്സോർപ്ഷൻ ഓഫ് എനർജി ഫ്രം റേഡിയേഷൻ, അതായത് വേവ് തിയറിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഹൈഡ്രജൻ സ്പെക്ട്രം പോലെ കണ്ടിന്യൂസ് അബ്സോർപ്ഷൻ ഓഫ് എനർജിയാണ്. അതുകൊണ്ട് തന്നെ കൈനറ്റിക് എനർജിക്ക് എനർജിയുമായിട്ട് ഡിപ്പെൻഡൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലുമായിട്ട് കൈനറ്റിക് എനർജി ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഇൻറ്റൻസിറ്റിയുമായിട്ടുള്ള റിലേഷൻ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടിന് എന്താണ്, അല്ലെങ്കിൽ ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ ഫിനോമിനൻ എന്താണ്, ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും ഈ പറഞ്ഞ വേവ് തിയറി കൺസെപ്റ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഐൻസ്റ്റീൻ എന്ത് ചെയ്തു? ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻഡ് ദീസ് ഫീച്ചേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഫോട്ടോൺ പിക്ചർ ഓഫ് ലൈറ്റ്. കണ്ടോ? അപ്പം ഇൻസ്റ്റന്റേനിയസ് ഫീച്ചർ എന്ന് പറയുന്നത് ഫോട്ടോൺ പിക്ചർ വഴിയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ത്രഷോൾഡ് ഫ്രീക്വൻസിയുടെ എക്സിസ്റ്റൻസ് ഫോട്ടോൺ പിക്ചർ വഴിയാണ് എക്സിസ്റ്റ് ചെയ്തത്. ഇൻറ്റൻസിറ്റിയുടെയും ഇൻഡിപെൻഡൻസ് ഓഫ് കൈനറ്റിക് എനർജി, മാക്സിമം കൈനറ്റിക് എനർജിയുടെ കാര്യങ്ങളെല്ലാം K⁻= എന്ന കൺസെപ്റ്റുകളെല്ലാം ശരിക്കും എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്? ഫോട്ടോൺ പിക്ചർ ഓഫ് ലൈറ്റ് ആണ്. അതാണ് നമ്മൾ നേരത്തെ കണ്ട പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ചിലപ്പോൾ ചോദിക്കാം. സോ ഇവിടെ നോക്കുക, ഐൻസ്റ്റീൻ എക്സ്പ്ലെയിൻ ദീസ് ഫീച്ചേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഫോട്ടോൺ പിക്ചർ ഓഫ് ലൈറ്റ്. According to this, light is composed of discrete packets of energy called quanta or photons. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളായിട്ടാണ് വരുന്നത്. h nu എമൗണ്ട് ഓഫ് എനർജിയാണ് അവർ ക്യാരി ചെയ്യുക. ഈച്ച് ഫോട്ടോൺ ക്യാരീസ് എൻ എമൗണ്ട് ഓഫ് എനർജി P is equal to h nu. അതുപോലെ ഡിബ്രോയി വേവ് ലെങ്ത് h/λ ആണ്, അല്ലെങ്കിൽ മൊമെൻറ്റം h/λ എന്ന് പറഞ്ഞാൽ h/p, P is equal to h/λ. അതാണ് അവരുടെ മൊമെൻറ്റം.
വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ആൻഡ് നോട്ട് ഓൺ ഇറ്റ്സ് ഇന്റൻസിറ്റി. നമ്മൾ ഫോട്ടോ ഇലക്ട്രിക്കിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഫ്രം ദ മെറ്റൽ സർഫസ് ഒക്കേഴ്സ് ടു ദ അബ്സോർപ്ഷൻ ഓഫ് എ ഫോട്ടോൺ ബൈ ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോൺ ഫോട്ടോണിനെ അബ്സോർബ് ചെയ്യുന്നു, എനർജി അക്സെപ്റ്റ് ചെയ്യുന്നു, ബാക്കിയുള്ള എനർജി റിലീസ് ചെയ്യുന്നു. അത് കൈനറ്റിക് എനർജി മീൻസ് ബാക്കിയുള്ള എനർജി കൈനറ്റിക് എനർജി യൂസ് ചെയ്ത് അത് മൂവ് ചെയ്യുന്നു. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷന്റെ ഫിനോമിനൽ. വേവ് തിയറിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയതുമില്ല. ഫോട്ടോൺ പിക്ചർ ഓഫ് ലൈറ്റിന്റെ ബേസിസിലാണ് ശരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞ് വേവ് തിയറി എക്സ്പ്ലെയിൻഡ് ദ മെയിൻ ഫീച്ചർ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ്. നോ, നോട്ട് അറ്റ് ഓൾ. അപ്പോൾ ഇത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഫോട്ടോൺ പിക്ചർ ഓഫ് ലൈറ്റ് എക്സ്പ്ലെയിൻ ദ ഇൻസ്റ്റന്റേനിയസ് പ്രോസസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലേ. ഇൻസ്റ്റന്റേനിയസ് പ്രോസസ്സും ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ കാര്യവും ഇന്റൻസിറ്റി വേരിയേഷൻസും എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ഫോട്ടോൺ പിക്ചർ ഓഫ് ലൈറ്റിന്റെ ബേസിസിലാണ്. സോ എനിക്കിത് ട്രൂ ആണെന്ന് പറയാം. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്. സോ ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നമ്മളത് നേരെ ഇതിൽ നിന്ന് കിട്ടിയ കാര്യമാണ്, സമ്മറിയിൽ നിന്നും കിട്ടിയ കാര്യമാണ്. സോ നമ്മൾ സമ്മറിനെ MCQs ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് അടുത്തൊരു സമ്മറി വായിച്ചു നോക്കിയാലോ, എന്നിട്ട് നമുക്ക് ആ ചോദ്യത്തിലേക്ക് വരാം. അടുത്തൊരു സമ്മറി കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യത്തിലേക്ക് വരാം. സോ സമ്മറി ഇതാണ്, വായിക്കുക. Einstein's photoelectric equation is in accordance with the energy conservation law as applied to the photon absorption by an electron in the metal. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, എനർജി കൺസർവേഷൻ ആണ്. വരുന്ന ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ബൈ അബ്സോർബിങ് ദ ഫോട്ടോൺ. അതിനുശേഷം കറണ്ട് അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ശരിക്കും അത് എനർജി കൺസർവേഷൻ പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ അത് പറയുന്നുണ്ട്. The maximum kinetic energy half m v max square is equal to photon energy h nu minus work function ആണ്. ഇത് നമ്മൾ പറഞ്ഞതാണ്, മെയിൻ ഐൻസ്റ്റീൻ ഇക്വേഷൻ ആണെന്ന് നമ്മൾ പഠിച്ച കാര്യമാണത്. ശരിയാണ്. ദിസ് ഫോട്ടോഇലക്ട്രിക് ഇക്വേഷൻ എക്സ്പ്ലെയിൻസ് ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് ഫോട്ടോഇലക്ട്രിക് എഫക്റ്റ്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് എല്ലാ പ്രോസസ്സിനെയും ത്രെഷോൾഡ് ഫ്രീക്വൻസിയുടെ കാര്യം, വർക്ക് ഫംഗ്ഷൻ്റെ കാര്യം എല്ലാം അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇക്വേഷനിൽ മെൻഷൻ ആകുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, മിലിക്കൺസ് ഫസ്റ്റ് പ്രിസൈസ് മെഷർമെന്റ്സ് കൺഫേം ദ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ആൻഡ് ഒബ്റ്റെയിൻ ആൻ ആക്യുറേറ്റ് വാല്യൂ ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എച്ച്. അപ്പം തിയറിറ്റിക്കലി ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിക്കും കൺഫേം ചെയ്തത് ആരാണ്? മിലിക്കൺ ആണ്. സോ മിലിക്കൺസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം മിലിക്കൺസ് ഫസ്റ്റ് പ്രിസൈസ് മെഷർമെന്റ്സ് ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിസൈസ് മെഷർമെന്റിലൂടെയാണ് ശരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തത്, കൺഫേം ആയത് ആണല്ലോ. യെസ്. അപ്പം ദിസ് ലെഡ് ടു ദ അക്സെപ്റ്റൻസ് ഓഫ് പാർട്ടിക്കിൾ ഓർ ഫോട്ടോൺ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ബൈ ഐൻസ്റ്റീൻ എന്നാണ്. ഇനി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കാം. Einstein's photoelectric equation is in accordance with the energy conservation law applied to the photon absorption by an electron in metal. ശരിയല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എനർജി കൺസർവേഷൻ അക്കോർഡൻസ് ആണെന്ന് പറഞ്ഞു. ദിസ് ഈസ് ആക്ച്വലി ട്രൂ. മിലിക്കൺസ് ഫസ്റ്റ് പ്രിസൈസ് മെഷർമെന്റ്സ് കൺഫേം ദ ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ. അതും ശരിയല്ലേ? അതും നമ്മൾ സമ്മറിയിൽ നിന്നും മനസ്സിലാക്കിയ കാര്യമല്ലേ? രണ്ട് സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് അല്ലേ? സോ സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിച്ച ചോദ്യം ഒന്ന് വായിച്ചു നോക്കുക. അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള സമ്മറിയും കൂടെ നമ്മൾ വായിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവരെ റിലേറ്റ് ചെയ്യും. സോ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ദ ഡിബ്രോയി വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് എ മൂവിംഗ് പാർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ബൈ h/p where p is the momentum of the particle. ഇത് സമ്മറി വായിക്കാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ പറയാവുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. For macroscopic particles, de Broglie wavelengths are significantly measurable എന്നാണ് പറയുന്നത്. ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ, de Broglie wavelength associated with a moving particle is related by h/p. നിങ്ങൾ പഠിച്ചതാണ്, ലാംഡ ഈക്വൽ ടു h/p എന്നാണ്. ഓക്കെ, നമുക്കിനി നോക്കാം ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സമ്മറിയിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ de Broglie wavelength associated with a moving particle is related to its momentum as lambda equal to h/p. Of course, correct ആണ്. The dualism of matter is inherent in the de Broglie relation which contains a wave concept and a particle concept. അതിനാണല്ലോ ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് de Broglie അതിനെ വിശേഷിപ്പിച്ചത്. The de Broglie wavelength is independent of the charge and the nature of the material particle. അവിടെ ആകെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ഉണ്ട്, ആൻഡ് മൊമെന്റത്തിനാണ് ശരിക്കും അവിടെ ഡിപ്പെൻഡൻസി വരുന്നത്. അവിടെ ചാർജ് എന്ന് പറഞ്ഞ ഫാക്ടറോ മെറ്റീരിയൽ പാർട്ടിക്കിളിന്റെ നേച്ചറോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അവിടെ എഫക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ നോക്കുക, ഇതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻ്റ്ലി മെഷറബിൾ എന്താണ്, ഓൺലി ഇൻ കേസ് ഓഫ് സബറ്റോമിക് പാർട്ടിക്കിൾസ് ലൈക്ക് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് എക്സെട്ര. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ലാംഡ ഈക്വൽ ടു h/p ആണ്, ഓർ h/mv ആണ്. ഇലക്ട്രോൺ, പ്രോട്ടോൺ പോലെയുള്ള സബറ്റോമിക് പാർട്ടിക്കിൾസിനാണെങ്കിൽ മൊമെൻറ്റം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ വേവ് ലെങ്ത് അത്യാവശ്യം വലുതാണ്, അല്ലെങ്കിൽ മെഷറബിൾ ആണെന്ന് പറയാം.
നമ്മളെ പോലെയുള്ള മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അത് സിഗ്നിഫിക്കൻ്റ്ലി മെഷറബിൾ അല്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിലാണ് ശരിക്കും അത് മെഷറബിൾ. മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആകുമ്പോൾ അവിടെ മാസ് കൂടുകയാണ് ചെയ്യുക, വേവ് ലെങ്ത് കുറയും. അപ്പോൾ നമുക്ക് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ വേവ് ഭയങ്കര ക്രൗഡഡ് ആവും, നമുക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കതൊരിക്കലും മെഷർ ചെയ്യാൻ പറ്റില്ല. വേവ് ലെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ വേവ് നേച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ സാധിക്കില്ല. അതാണ് ശരിക്കും അത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഡി ബ്രോയി വേവ് ലെങ്ത് ഓഫ് അസോസിയേറ്റഡ് വിത്ത് എ മൂവിംഗ് പാർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ബൈ h/p വേർ p is the momentum of the particle, which is absolutely true. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫോർ മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് ഡി ബ്രോയി വേവ് ലെങ്ത്സ് ആർ സിഗ്നിഫിക്കൻ്റ്ലി മെഷറബിൾ എന്നാണ്. ആണോ? അല്ല, മാക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനല്ല മെഷറബിൾ ആയിട്ടുള്ളത്, മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനാണ്. സോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്ന് എനിക്ക് പറയാം. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്ന് പറയണം. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം ആക്ച്വലി നമ്മുടെ പോയിന്റ്സ് ടു പോണ്ടറിൽ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, സമ്മറിയും പോയിന്റ്സ് ടു പോണ്ടറും മിക്സ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് എന്തായാലും പോയിന്റ്സ് ടു പോണ്ടറിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇവിടെ നോക്കുക, ബിക്കോസ് ഓഫ് ദ എനർജി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ എ മെറ്റൽ ദ എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു കം ഔട്ട് ഓഫ് ദ മെറ്റൽ ഈസ് ഡിഫറൻറ്റ് ഫോർ ഡിഫറൻറ്റ് ഇലക്ട്രോൺസ്. അതായത് ഓരോ ഇലക്ട്രോണിൻ്റെയും എനർജി ലെവലുകൾ ഡിഫറൻ്റ് ആണെങ്കിൽ അവർക്ക് പുറത്ത് ചാടാൻ ആവശ്യമായ എനർജിയും ഡിഫറൻ്റ് ആയിരിക്കും. അത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഇലക്ട്രോൺസ് വിത്ത് ഹയർ എനർജി, ഒരുപാട് എനർജിയുള്ള ഇലക്ട്രോൺസ് ആണെങ്കിൽ അവർക്ക് കുറച്ച് അഡീഷണൽ എനർജിയും കൂടെ മതി പുറത്ത് ചാടാനായിട്ട്. അവർക്ക് ഓൾറെഡി എനർജി കൂടി നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് എനർജിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പുറത്ത് ചാടാം. സോ ഇലക്ട്രോൺസ് വിത്ത് ഹയർ എനർജി റിക്വയർസ് ലെസ് അഡീഷണൽ എനർജി ടു കം ഔട്ട് ഓഫ് ദ മെറ്റൽ ആണ്. അപ്പോൾ ഹയർ എനർജി ഉള്ളവർക്ക് കുറച്ച് എനർജിയും കൂടെ മതി പുറത്ത് ചാടാൻ. അതേസമയം ലോവർ എനർജി ആയിട്ടുള്ള ലീസ്റ്റ് എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ വർക്ക് ഫംഗ്ഷൻ അതിന് മുമ്പ് ദാൻ ദോസ് വിത്ത് ലോവർ എനർജീസ്. അപ്പോൾ ലോവർ എനർജി ആയിട്ടുള്ളവർക്ക് കൂടുതൽ അഡീഷണൽ എനർജി കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, പുറത്തേക്ക് ചാടാൻ സാധിക്കത്തുള്ളൂ. ഇനി വർക്ക് ഫംഗ്ഷൻ ഈസ് ദ ലീസ്റ്റ് എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു കം ഔട്ട് ഓഫ് ദ മെറ്റൽ. അപ്പം ഏറ്റവും വർക്ക് ഫംഗ്ഷൻ മിനിമം ആണ്, അല്ലെങ്കിൽ ത്രഷോൾഡ് എനർജി എന്നാണ് പറയുക. വർക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ പറയേണ്ട കാര്യമാണ് വർക്ക് ഫംഗ്ഷൻ ഈസ് ദ മിനിമം എനർജി റിക്വയർഡ് എന്നാണ്, അല്ലെങ്കിൽ ഇസ് ദ ലീസ്റ്റ് എനർജി റിക്വയർഡ്. അറ്റ്ലീസ്റ്റ് ഈ എനർജി എങ്കിലും വേണം പുറത്ത് ചാടാൻ. അതുകൊണ്ട് ലീസ്റ്റ് എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ എന്ന സ്റ്റേറ്റ്മെൻറ്റിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി നമുക്ക് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദ്യം. സോ ഇവിടെ നോക്കുക, വർക്ക് ഫംഗ്ഷൻ ഈസ് ദ ലീസ്റ്റ് എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു കം ഔട്ട് ഓഫ് ദ മെറ്റൽ. തൊട്ട് മുന്നേ വായിച്ചതാണ്, ശരിയാണോ തെറ്റാണോ എന്ന് പറയുക. നേരത്തെ പറഞ്ഞു ലീസ്റ്റ് എനർജി മിനിമം എനർജിയാണ് പറഞ്ഞിരുന്നു. വർക്ക് ഫംഗ്ഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു കം ഔട്ട് ഓഫ് ദ മെറ്റൽ എന്നാണ് പറയുന്നത്. ഏറ്റവും ഉയർന്ന എനർജിയാണ് ഇലക്ട്രോണ് വേണ്ടത് ടു കം ഔട്ട് ഓഫ് ദ മെറ്റൽ. അല്ലെങ്കിൽ ഹയർ എനർജി, ലീസ്റ്റ് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് അല്ലെങ്കിൽ ഹയർ എന്ന് പറയാം. ഹയർ എനർജി റിക്വയർഡ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇലക്ട്രോൺസ് വിത്ത് ലോവർ എനർജി റിക്വയർസ് മോർ അഡീഷണൽ എനർജി ടു കം ഔട്ട് ഓഫ് ദ മെറ്റൽ. നേരത്തെ തൊട്ട് മുന്നത്തെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ, ഇലക്ട്രോൺസ് വിത്ത് ഹയർ എനർജി റിക്വയർ ലെസ് അഡീഷണൽ എനർജി. കൂടുതൽ എനർജി ഉള്ളവർക്ക് കുറച്ച് എനർജിയും കൂടെ മതി പുറത്ത് ചാടാനായിട്ട്. ഇനി ആ സ്റ്റേറ്റ്മെന്റുമായിട്ട് വായിച്ചു നോക്കാം. ലോവർ എനർജി ഉള്ളവർക്ക് മോർ അഡീഷണൽ എനർജി ടു കം ഔട്ട് ഓഫ് ദ മെറ്റൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോൺസ് വിത്ത് ഹയർ എനർജി റിക്വയർസ് മോർ അഡീഷണൽ എനർജി ടു കം ഔട്ട് ഓഫ് ദ മെറ്റൽ. ഹയർ എനർജി ഉള്ളവർക്ക് കൂടുതൽ എനർജി വേണം പുറത്ത് ചാടാൻ എന്നും പറയുന്നുണ്ട്. ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3, ഓപ്ഷൻ 4. ഇതിൽ ഏത് ഓപ്ഷനാണെന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഡുവൽ നേച്ചറിലെ സമ്മറി. ഇപ്പോൾ കണ്ടോ, നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സമ്മറിയെ കുറച്ചും കൂടെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഇനിയും ചാപ്റ്റേഴ്സിൻ്റെ സമ്മറീസിനെ ക്വസ്റ്റ്യൻസ് ആക്കി, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആക്കി മാറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഹെൽപ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ ആൻസറും എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് അതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചാൽ, ഞാൻ പറഞ്ഞില്ല പക്ക ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എടുത്ത് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ ക്വസ്റ്റ്യൻ ഫോമാറ്റിലേക്ക് മാറ്റി ചെയ്തത്. സോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ആൻസർ കമൻറ്റ് ചെയ്യുക. ഓൾസോ താങ്ക് യു സോ മച്ച്. നമുക്കിനി പുതിയ പോലെ പുതിയ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറേ ചാപ്റ്റേഴ്സിൻ്റെ ഇതേപോലെ സമ്മറീസ് ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.